ഹായ് ഓൾ, വെൽക്കം ടു ജയലേൺ. ജയലേണിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവൻ കാണുക, സ്കിപ്പ് ചെയ്യരുത്. കാരണം കേട്ടറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുന്നത് അധ്യാപക യോഗ്യതാ പരീക്ഷയാണ് അല്ലേ. ഹയർ സെക്കൻഡറിയിലെ സെറ്റും അതുപോലെ കോളേജ് അധ്യാപക തസ്തികയ്ക്ക് നെറ്റും ഒക്കെ നിർബന്ധമാക്കിയ പോലെ തന്നെ കേട്ടറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യാപക യോഗ്യതാ പരീക്ഷയുണ്ടെന്നുള്ള കാര്യം എനിക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാനിത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് കേട്ടറ്റ് പരീക്ഷയുടെ ഡിക്ലറേഷൻ വരുന്നത് നമുക്കറിയാം, കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് LP ആയാലും UP ആയാലും ഹൈസ്കൂൾ ആയാലും ഈ 3 കാറ്റഗറിയിൽപ്പെട്ട അധ്യാപകർക്ക് കേട്ടറ്റ് എന്ന് പറയുന്ന അധ്യാപക യോഗ്യതാ പരീക്ഷ കൂടി പാസ്സാവണം എന്നുള്ളതായിരുന്നു നമുക്കറിയാം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മെയ് 2025 കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതാർക്കൊക്കെയാണ് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. അത് അടിത്തറയിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ട് തന്നെ പറയുന്നുണ്ട്. സർവീസിലുള്ള അധ്യാപകർക്കായുള്ള ഒരു പ്രത്യേക വിജ്ഞാപനം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പൊതുവിജ്ഞാപന ഡേറ്റ് എന്ന് പറയുന്നത് 5/11/2024 അതായത് കഴിഞ്ഞ നവംബർ 2024 നവംബറിൽ വന്നിരുന്ന ഒരു വിജ്ഞാപന പ്രകാരം എന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം 2024 നവംബറിൽ ഒരു എക്സാം കഴിഞ്ഞു. ഈ 2025 ജനുവരിയിലും കേട്ടറ്റിൻ്റെ ഒരു എക്സാം കഴിഞ്ഞതാണ് അല്ലേ. വർഷത്തിൽ 2 പ്രാവശ്യമാണ് കേട്ടറ്റ് പരീക്ഷ വരുന്നതെങ്കിൽ 2024 ഒരു പരീക്ഷയും ഇപ്പോൾ 2025 തുടക്കത്തിൽ ഒരു പരീക്ഷയും കഴിഞ്ഞു. ഇപ്പോൾ 2025 ജനുവരിയിൽ നടന്ന പരീക്ഷയുടെ റിസൾട്ട് നമുക്ക് വന്നിട്ടില്ല. അതിൻ്റെ റിസൾട്ടിന് നമുക്ക് കാത്തിരിക്കുകയാണ്. അപ്പോൾ പുതിയ വിജ്ഞാപനം എന്ന് പറയുന്നത് ഈ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക്, അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് ഒരു ഏതാണ്ട് 2022-23 മറ്റോ ആയിട്ടൊരു എക്സാം നടന്നിരുന്നു അല്ലേ. സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടൊരു എക്സാം നടന്നിരുന്നു. അത് എല്ലാവർക്കും കൂടിയുള്ള കൂട്ടത്തിൽ നടത്തിയിരുന്നു. അപ്പം അന്ന് പറഞ്ഞിരുന്നു അധ്യാപകർക്കുള്ള അവസാനത്തെ അവസരമാണ് എന്നുള്ള രീതി പറഞ്ഞിരുന്നു. പക്ഷെ വീണ്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീണ്ടും മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന ഒരു പ്രത്യേക ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം, അതിൻ്റെ പുറകെ തന്നെ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക എന്നുള്ളത്. അപ്പോൾ ഈ അധ്യാപകർക്ക്, സർവീസിലിരിക്കുന്ന കേട്ടറ്റില്ലാത്ത അധ്യാപകർക്ക് കേട്ടറ്റ് നേടിയെടുക്കാനുള്ള ഒരു സുവർണ അവസരം നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. നോക്കൂ, ഈ കേട്ടറ്റിൻ്റെ പരീക്ഷ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് കേട്ടോ, കേട്ടറ്റ് ഇല്ലാത്ത സർവീസിലിരിക്കുന്ന ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്കുള്ള നിർദ്ദേശങ്ങളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം, ഈ വിജ്ഞാപനം എന്ന് പറയുന്നത് എവിടെ സൈറ്റിൽ കിട്ടും? kettkerala.government.in, അതുപോലെ parikshbhavan.kerala.government.in എന്ന സൈറ്റിലും, അതുപോലെ തന്നെ SCRT.kerala.government.in ഈ 3 സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ട് വിശ്വാസമില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക? നേരെ ഈ സൈറ്റിലേക്ക് പോവുക. നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാകും ഒന്നുകൂടി. ഓക്കെ, പിന്നെ ഇവിടെ എന്താ പറയുന്നത്? എല്ലാവരും നമ്മളെല്ലാ പരീക്ഷയ്ക്കും വിജ്ഞാപനം വരുമ്പോൾ പറയുന്നതാണ്. അത് സെറ്റായാലും കേട്ടറ്റായാലും PSC ഏത് പരീക്ഷ ആയിക്കോട്ടെ, നമ്മളത് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിജ്ഞാപനം നിർബന്ധമായിട്ടും വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അതായത് സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക പരീക്ഷയാണ്, മറ്റു ഉദ്യോഗാർത്ഥികൾക്കുള്ളതല്ല. ശ്രദ്ധിക്കുക എല്ലാവരും. അതായത് സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക്, അതുകൊണ്ട് അവരുടെ എക്സാം ഫീസ് എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ്. ഓക്കെ, എന്താണ് നോക്കി, പട്ടികജാതി പട്ടികവർഗ വിഭാഗം, അതായത് SC ST റിസർവേഷനുള്ള ആളുകൾക്കും ഭിന്നശേഷിയുള്ള അധ്യാപകർക്കും അപേക്ഷാ ഫീസ് 750 രൂപയാണ്. ഓക്കെ, SC ST അതുപോലെ ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അധ്യാപകർക്കുള്ള അപേക്ഷാ ഫീസ് 750 രൂപയാണ്. ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് 1000 രൂപയാണ് പരീക്ഷാ ഫീസ്. ഇതെന്തായാലും മനസ്സിലാക്കി വെക്കുക. എന്നാൽ അവിടെ ചെന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടാവും. എന്നാലും ഒന്ന് ഓർമ്മയിൽ വെക്കുക, പരീക്ഷാ ഫീസ് ഉണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. SC ST അതുപോലെ ഭിന്നശേഷിയുള്ള അധ്യാപകർക്ക് 750 രൂപയും
ജനറൽ കാറ്റഗറിയുള്ള അധ്യാപകർക്ക് 1000 രൂപയാണ് കേട്ടറ്റിന് അപ്ലൈ ചെയ്യാനുള്ള പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത്. ഇത് ഒന്നാമത്തെ പോയിന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോ വന്നിരിക്കുന്ന കേട്ടറ്റ് വിജ്ഞാപനം എന്ന് പറയുന്നത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കുള്ളതല്ല, സർവീസിലിരിക്കുന്ന കേട്ടറ്റ് ഇല്ലാത്ത അധ്യാപകർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്നാണെന്ന് വെച്ചാൽ മറന്നു പോകരുത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ ചെന്ന് ആപ്ലിക്കേഷൻ വാങ്ങിച്ചൊക്കെ പൂരിപ്പിക്കുക കാലമൊക്കെ കഴിഞ്ഞു അല്ലേ, അറിയാം. അപ്പൊ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി, ആരംഭിക്കുന്ന തീയതി 10/4/2025 എന്നാണത്, നാളെയാണത്. ഓക്കെ, നാളെ 10-ാം തീയതി എന്ന് പറയുന്ന ദിവസം ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷന്റെ ആരംഭിക്കുന്ന തീയതി, മറന്നു പോകരുത്. ഓക്കെ, ഇനി ഈ ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കുന്നതിന്, അതായത് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതും അതുപോലെ ഫീസ് അടയ്ക്കുന്നതും നമ്മൾ 2 പ്രൊസീജിയർ ആണെന്ന് അറിയാലോ. ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 19/4/2025 ആണ്. 19/4/2025. ഓക്കെ, മറന്നു പോകരുത്. അപ്പൊ എത്ര ദിവസം ഉണ്ട്? 10 ദിവസം. 10-ാം തീയതി തുടങ്ങിയിട്ട് നമുക്ക് 10, 11, 12, 13, 14, 15, 16, 17, 18, 19 അല്ലെ, 10 ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് കിട്ടും. ലാസ്റ്റ് ഡേറ്റിലേക്ക് ആരും നീട്ടി വെക്കരുത്. നാളെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ദിവസമാണെങ്കിൽ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കൂടി വന്നൊരു 3 ദിവസം എടുത്ത് നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. അവസാന ദിവസത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന അവസരത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് സൈറ്റ് ജാം ആവുക, സൈറ്റിന് സ്പീഡ് കുറയുക, നമുക്ക് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ പല പരീക്ഷകളിലും നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് കേട്ടറ്റ് മാത്രമല്ല, ഏത് പരീക്ഷ എടുത്തു പോയിക്കോട്ടെ, അവസാന മണിക്കൂറിൽ ചെന്ന് നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന സാങ്കേതികപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് മറന്നു പോകരുത്, ഈ 19/4/2025 ഒരു ലാസ്റ്റ് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിലും ആ ഡേറ്റിലേക്ക് നിങ്ങൾ എത്തരുത്. ഈ നാളെ മുതൽ 10, 11, 12 ഈ 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇത് ചെയ്യാൻ മാത്രമല്ല ചെയ്യേണ്ടത്, കാരണം സാധാരണ ഉദ്യോഗാർത്ഥികൾ വ്യത്യസ്തമായിട്ട് സർവീസിലിരിക്കുന്ന അധ്യാപകർ ചെയ്യേണ്ട മറ്റു ചില പ്രൊസീജിയേഴ്സും കൂടി ഉണ്ട്. അത് ഞാൻ കൂടെ പറയാം. നോക്കൂ, അപേക്ഷയുടെ ഫൈനൽ പ്രിന്റ് അത് മറന്നു പോകരുത്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ കഫേന്ന്, ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഒരു കഫേ ചെന്ന് ചെയ്യുന്നവരാണെങ്കിലും ഓടിച്ചെന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഫീസ് അടഞ്ഞിറങ്ങി പോരരുത്. എന്ത് ചെയ്യുക, അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാൻ മറക്കരുത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന പ്രിന്റ് ഔട്ട് എടുത്തു വെക്കുക. അതിന്റെ ഡേറ്റും അവസാന ഡേറ്റ് 19/4 തന്നെയാണെന്ന് മറന്നു പോകാതെ ഓർത്തു വെക്കണം. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഓക്കെ, അതായത് എന്താണ്, ഈ അപേക്ഷകര് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അതിന്റെ ആ ഒരു രീതി അവസാനിച്ചിട്ടില്ല. പകരം എന്ത് ചെയ്യുക, ആ പ്രിന്റ് ഔട്ടുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അപേക്ഷകർ വെരിഫിക്കേഷനായിട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഹാജരാകേണ്ടി വരും. ഓക്കെ, അതിന്റെ ഒരു കാര്യമുണ്ട്, തുടർന്ന് ഞാൻ പറയാം എന്തിനാണെന്ന്. ആ ഡേറ്റ് ഉണ്ട് 23/4/2025 തുടങ്ങി 30/4/2025 വരെയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യണം, അധ്യാപകര്, കേട്ടിട്ടില്ലാത്ത അധ്യാപകര് കേട്ടറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ടുമായിട്ട് ഈ ദിവസം തുടങ്ങി 23/4 തുടങ്ങി 30/4 വരെയുള്ള ദിവസങ്ങളിൽ ഹാജരാകേണ്ടി വരും. എവിടെ? ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിങ്ങൾ ഹാജരാകേണ്ടി വരും. അവിടെ വെരിഫിക്കേഷൻ കിട്ടണം, വെരിഫൈ ചെയ്ത് കിട്ടണം. ഓക്കെ, അത് മറന്നു പോകരുത്. സാധാരണ ഉദ്യോഗസ്ഥർക്കൊന്നും ബാധകമല്ല അല്ലെ. പക്ഷെ നിങ്ങൾ ആരാണ്? നിങ്ങൾ സർവീസിലിരിക്കുന്നതാണ്, ജോലി ചെയ്യുന്നവരാണ്, പക്ഷെ കേട്ടിട്ടില്ല, കേട്ടിട്ട് നേടണം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രൊസീജിയറും കൂടി നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാൻ കാത്തിരിക്കുകയാണ്, പഠിക്കാനുള്ള സമയമാണ്. അതിനുശേഷം നമ്മൾ കാത്തിരിക്കുന്നത് ഹാൾ ടിക്കറ്റിനാണ്. 25 അടുത്ത മാസം മെയ് 25-നാണ് എന്ത് ചെയ്യുന്നത്, ഹാൾ ടിക്കറ്റ് കിട്ടി തുടങ്ങുന്ന ദിവസം. 25 തുടങ്ങി അപ്ലോഡ് ചെയ്യും സൈറ്റിൽ. അന്ന് തുടങ്ങി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അതായത് സാധാരണ ഉദ്യോഗാർത്ഥികളിൽ വ്യത്യസ്തമായിട്ട് സർവീസിലിരിക്കുന്ന ടീച്ചേഴ്സിനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട് അധികമായിട്ട്. അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. ഓക്കെ,
ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നോക്കൂ. ഇനി നമ്മളുടെ എക്സാമിന്റെ ഡേറ്റ് ആണ് നമുക്ക് പറയാനുള്ളത്. അതായത് നമുക്കറിയാം എന്താണ് 10-ാം തീയതി നാളെ മുതൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അടുത്ത മാസം 29, 30 തീയതികളിലാണ് എക്സാം നടക്കുന്നത്. മെയ് 29, മെയ് 30. ഈ ഇത്രയും ദിവസങ്ങൾ വരെ എവിടെ തുടങ്ങിയിട്ട് 10-ാം തീയതി തുടങ്ങി. ഈ നാളെ തുടങ്ങി. ഇപ്പൊ ചിലപ്പോ ഈ നോട്ടിഫിക്കേഷൻ വന്ന ഈ സമയത്ത് പലരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് പഠിക്കാനിരിക്കുന്നവരുണ്ടാവാം. എന്തും ആയിക്കോട്ടെ, നാളെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം 10-ാം തീയതി ഒരു മാസമാവും. ബാക്കി എത്ര ദിവസം കൂടി ഉണ്ട്? 28 ദിവസം അല്ലെങ്കിൽ 29 ദിവസവും കൂടി ഉണ്ട് അല്ലെ. അപ്പൊ കൃത്യമായി പറഞ്ഞാൽ ഒരു 50-60 ദിവസങ്ങൾക്കുള്ളിലുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് കിട്ടും. എന്തിന്? പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോ മറന്നു പോകരുത്. കേട്ടറ്റ് കാറ്റഗറി 1ഉം 2ഉം നടക്കുന്ന ഡേറ്റ് ആണ് 29/5/2025 വ്യാഴാഴ്ചയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 29/5 മെയ് 29-ാം തീയതിയാണ് കാറ്റഗറി 1ഉം, അതായത് LPക്കും UPക്കും ഉള്ള അധ്യാപക തസ്തികയ്ക്കുള്ള കേട്ടറ്റിന്റെ പരീക്ഷ നടക്കുന്നത്. സമയം കാറ്റഗറി 1ന് 10 മണി തുടങ്ങി 12:30 വരെയും കാറ്റഗറി 2ന് 2 മണി തുടങ്ങി 4:30 വരെയും. സമയം അറിയാലോ, 2.5 മണിക്കൂറാണ് എല്ലാ പരീക്ഷകൾക്കും ഉള്ളത്. ഓക്കെ, അപ്പൊ കേട്ടറ്റ് 1 രാവിലെയും കേട്ടറ്റ് 2 ഉച്ചയ്ക്കുമാണ്. ഡേറ്റ് മറന്നു പോകരുത്. 29-ാം തീയതി മെയ് 29-ാം തീയതിയാണ് പരീക്ഷ. നമുക്കറിയാം അക്കാഡമിക് ഇയർ തുടങ്ങാൻ പോകുന്ന നെക്സ്റ്റ് അക്കാഡമിക് ഇയർ തുടങ്ങാൻ പോകുന്ന ഡേറ്റിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ചിലപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്ക് എക്സാം വരുന്നത്. സർവീസിലിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. അക്കാഡമിക് ഇയറിലെ എല്ലാ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ട ആവശ്യകതയുണ്ട്. പരീക്ഷാ പേപ്പർ അല്ലേ, പുതിയ സിസ്റ്റം ഒക്കെ വരികയാണെന്ന് അറിയാലോ. അപ്പോൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നവർക്കാണെങ്കിൽ 8-ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള തോൽവിയും അവരെ വീണ്ടും പഠിപ്പിച്ച് പാസ്സാക്കുന്നതും അതിന്റെ പ്രൊസീജിയറും ക്ലസ്റ്ററും ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർക്കുള്ള പ്ലാനിങ്ങും ഒക്കെ വരുന്നുണ്ട്. അതിനിടയിലാണ് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യേണ്ടത്? ഈ പരീക്ഷ പാസ്സാകേണ്ടതുകൊണ്ട് ഓർത്ത് വെക്കണം. അപ്പോൾ വളരെ ബിസി ആയിട്ടുള്ള ഒരു ടൈമാണ് നിങ്ങളുടെ മുമ്പിൽ, ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ് നിങ്ങളുടെ മുമ്പിൽ, മറന്നു പോകരുത്. പിന്നെ 30-ാം തീയതിയാണ്, അതായത് മെയ് 30-ാം തീയതിയാണ് കാറ്റഗറി 3നും കാറ്റഗറി 4 അറിയാലോ, സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻസ്, സ്പെഷ്യൽ അധ്യാപകർ അല്ലെ, സ്പെഷ്യലൈസ്ഡ് അല്ല സ്പെഷ്യൽ അധ്യാപകർ, അതായത് മ്യൂസിക്, അതുപോലെ തന്നെ സ്വിമ്മിങ്, പിന്നെന്താ മറ്റു ഉപഭാഷകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുള്ള കാറ്റഗറി 4 അത് നടക്കുന്നതും ഈ 30-ാം തീയതിയാണ്. അതിനും ടൈം അറിയാം. കേട്ടറ്റ് കാറ്റഗറി 3ക്കുള്ള എക്സാം 10 മണി തുടങ്ങി 12:30 വരെയും കാറ്റഗറി 4നുള്ളത് 2 മണി തുടങ്ങി 4:30 വരെയും ആണ് എക്സാം വന്നിരിക്കുന്നത്. ടൈം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ മെയ് 29-നും മെയ് 30-നും കേട്ടറ്റ് പരീക്ഷ നടക്കും. സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷ നടക്കുന്നു. അപ്പൊ നമുക്ക് മുമ്പിലുള്ള കുറച്ച് ദിവസം അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി ആലോചിക്കുക. 1-2 പോയിന്റ്സും കൂടി എനിക്ക് പറയാനുണ്ട്. നോക്കൂ, അതായത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അധ്യാപകർ എന്ത് ചെയ്യുക? പെൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ ഉണ്ട് നിങ്ങളുടെ, അത് രേഖപ്പെടുത്തേണ്ടതാണ്. അത് ലഭ്യമല്ലാത്ത അധ്യാപകർ എന്ത് ചെയ്യണം? ഈ നോട്ടിഫിക്കേഷനിൽ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഈ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റില്ലേ, അത് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നോട്ടിഫിക്കേഷന്റെ പൂർണ്ണ രൂപം കിട്ടും. അതിന്റെ കട്ടിംഗ് പോയിന്റ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റ്, വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അതിന്റെ ഏറ്റവും അവസാനം ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക? ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ആ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ നിർബന്ധമായും വെബ്സൈറ്റിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടിരിക്കണം. ഓക്കെ, അതായത് പെൻ നമ്പർ ഇല്ലാത്ത അധ്യാപകരാണ് ചെയ്യേണ്ടത്. മറ്റൊന്ന്, അപേക്ഷകര് എല്ലാവരും തന്നെ വിജ്ഞാപനത്തിന് അനുബന്ധമായി ചേർത്തിരിക്കുന്ന ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് സ്കൂളിൽ കേട്ടിട്ടില്ലാത്ത ജോലി ചെയ്യുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവർ ഹെഡ് മാസ്റ്റർ, അതായത് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ് അവരിൽ നിന്നോ, എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകര് മാനേജറിൽ നിന്നോ എന്ത് ചെയ്യണം? ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അത് വെരിഫിക്കേഷൻ സമയത്ത്, ഞാൻ പറഞ്ഞില്ലേ വെരിഫൈ ചെയ്യാൻ ഡേറ്റ് എന്നാണ്, മറന്നു പോകരുത്. വെരിഫൈ ചെയ്യാൻ ഡേറ്റ് 23-ാം തീയതി തുടങ്ങി. ഈ മാസം 23-ാം തീയതി തുടങ്ങിയിട്ട് 30-ാം തീയതി വരെ വെരിഫിക്കേഷൻ ടൈമാണ്. ആ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തിരിക്കണം. ഓക്കെ, അതിൽ ഗവൺമെന്റ് സ്കൂൾ ജോലി ചെയ്യുന്ന അധ്യാപകര് ഹെഡ് മാസ്റ്റർ HMൽ നിന്നും, എയ്ഡഡ് സ്കൂളിലെ ടീച്ചേഴ്സ് മാനേജറിൽ നിന്നുമാണ് ഈ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത്. മറ്റൊന്ന്, അപേക്ഷ സമർപ്പിക്കുമ്പോൾ വെബ്സൈറ്റിൽ നിർബന്ധമായും ഒരു ഐഡന്റിറ്റി കാർഡ് സെലക്ട് ചെയ്ത് ആയതിന്റെ നമ്പർ രേഖപ്പെടുത്തുകയും പ്രസ്തുത ID കാർഡിന്റെ അസൽ പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്റർക്ക് പരിശോധനയ്ക്ക് നൽകേണ്ടതും, ആ ID കാർഡ് ഇല്ലാത്തവരെ ശ്രദ്ധിക്കുക. ഏത് ID കാർഡാണ്? അപേക്ഷ സമർപ്പിക്കുമ്പോൾ വെബ്സൈറ്റിൽ നിർബന്ധമായ ഒരു ഐഡന്റിറ്റി കാർഡ് സെലക്ട് ചെയ്യണം.
ആ സെലക്ട് ചെയ്തതിന്റെ നമ്പർ രേഖപ്പെടുത്തണം. ആ ID കാർഡിന്റെ അസൽ, പ്രസ്തുത ID കാർഡിന്റെ അസൽ മീൻസ് ഒറിജിനൽ പരീക്ഷാ ഹാളിൽ കാണിക്കാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരീക്ഷ എഴുതാനായിട്ട് അനുവദിക്കില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. സാധാരണ ഉദ്യോഗാർത്ഥികളെ പോലെയല്ല സർവീസ് ചെയ്യുന്ന അധ്യാപകര് കേട്ടറ്റ് പരീക്ഷ എഴുതാൻ ശ്രമിക്കേണ്ടത്. മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, പിന്നെ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അത് ഫില്ല് ചെയ്യുക, പിന്നെ എവിടെ ചെല്ലണം, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറിന് മുമ്പിൽ ചെല്ലണം. പിന്നെ ഈ പറയുന്ന ഒരു ID നമ്പറും കൂടി നിങ്ങൾ എടുത്ത് വെക്കണം, മറന്നു പോകരുത്. പിന്നെയുള്ള കാര്യം എന്താണ്, സർവീസിലിരിക്കുന്ന അധ്യാപകർക്കുള്ള യോഗ്യത അതെന്താണെന്ന് അറിയാലോ. എന്താണ്, 20/7/2011 ശേഷം പുറപ്പെടുവിച്ചിട്ടുള്ള PSC വിജ്ഞാപന പ്രകാരം കേട്ടറ്റ് യോഗ്യതയില്ലാതെ നിയമിതരായ സർക്കാർ സ്കൂൾ അധ്യാപകരിലും 1/6/2012 മുതൽ 2019 2020 ഇതാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകർ എവിടം വരെ നോക്കൂ, 1/6/2012 മുതൽ 2019-2020 അധ്യയന വർഷം വരെ കേട്ടിട്ടില്ലാതെ നിയമിതരായ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കും. സർക്കാർ സ്കൂൾ അധ്യാപകരുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് 2015 ശേഷം സർവീസുള്ള അധ്യാപകരാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നാൽ എയ്ഡഡ് സ്കൂൾ അധ്യാപകർ ഇപ്പൊ കഴിഞ്ഞ ദിവസം ന്യൂസ് ഉണ്ടായില്ലേ അല്ലെ, ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ ഇട്ടിട്ടുണ്ടല്ലോ അല്ലെ, കേട്ടിട്ടില്ലാത്ത അധ്യാപകർ എയ്ഡഡ് സ്കൂളിൽ നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി സർവീസിലിരിക്കാൻ യോഗ്യതയില്ല, അവരെ എന്ത് ചെയ്യണം, പുറത്താക്കണം എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. സോ അതിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ടൈം ഇതാണ്. അപ്പോ എവിടം വരെയുള്ളതാണ്, 2019-2020 വരെ കേട്ടിട്ടില്ലാതെ നിയമിതരായിട്ടുള്ള എയ്ഡഡ് സ്കൂൾ അധ്യാപകര്, അവർക്കും എന്താണ്, കേട്ടിട്ട് യോഗ്യത നേടാതെ ഇനിയും സർവീസ് തുടരുന്നവര് അപേക്ഷിക്കേണ്ടവരാണ്. അവർക്കുള്ള ഒരു ചാൻസ് ആണ് ഈ പറയുന്നത്. ഉത്തരവ് എന്നാണ് 5/11/2024 ഉത്തരവ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ്. ഇത് വ്യക്തമായിട്ട് ആ നോട്ടിഫിക്കേഷൻ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റിൽ ഏതെങ്കിലും ഒന്ന് പോവുക, നോട്ടിഫിക്കേഷൻ എടുക്കുക, കൃത്യമായിട്ട് വായിച്ചു വെക്കുക. ഓക്കെ, ദെൻ അടുത്തത് എനിക്ക് പറയാനുള്ളത്, അപേക്ഷകർ എന്തൊക്കെ ചെയ്യണം. അപേക്ഷകർ മേൽ സൂചിപ്പിച്ച സർക്കാർ ഉത്തരവിൻ പ്രകാരം പരീക്ഷ എഴുതുന്നതിന് യോഗ്യരാണോ എന്ന വിവരം അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ പരിശോധിച്ച് ഓൺലൈൻ വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന അപേക്ഷ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പരിശോധിച്ച് ആ അധ്യാപകർ ഈ കേട്ടറ്റ് പരീക്ഷ എഴുതാൻ യോഗ്യരാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് കഴിഞ്ഞിട്ട് അപേക്ഷകർ വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള തീയതിയിൽ അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഹാജരാകേണ്ടതാണ്. എവിടെ തുടങ്ങി, 23-ാം തീയതി തുടങ്ങിയിട്ട് അല്ലേ, ഞാൻ പറഞ്ഞെന്താണ്, ഒന്നുകൂടി ഞാൻ എടുത്തു തരാം. 23-ാം തീയതി തുടങ്ങി 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എവിടെ ഹാജരാകണം, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ മുമ്പിൽ ഹാജരാകണം. സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമായുള്ള പ്രത്യേക വിജ്ഞാപനം ആയതിനാൽ, ശ്രദ്ധിക്കുക, സർവീസിലുള്ള അധ്യാപകർക്ക് മാത്രമായിട്ടുള്ള വിജ്ഞാപനമായതിനാൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് തലത്തിൽ നടത്തുന്ന പരിശോധനയ്ക്കായി നിശ്ചിത തീയതിക്കുള്ളിൽ ഹാജരാക്കാത്തവർക്കും മേൽ സൂചിപ്പിച്ച ഉത്തരവില്ലേ 5/2024 ആ ഉത്തരവിൽ വന്നിരിക്കുന്ന സർക്കാർ ഉത്തരവിൻ പ്രകാരമുള്ള വിഭാഗം അധ്യാപകരിൽ ഉൾപ്പെടാത്തവർക്കും ഹാൾ ടിക്കറ്റ് അനുവദിക്കുന്നതല്ല. അപ്പൊ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ വീട്ടിലിരുന്നാൽ മാത്രം പോരാ. പ്രിയപ്പെട്ട അധ്യാപകരെ, കേട്ടിട്ടില്ലാത്ത അധ്യാപകർ ശ്രദ്ധിക്കുക, എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഐഡന്റിഫിക്കേഷന് ചെല്ലണം. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ മുമ്പിൽ ആ ഒരു പരിശോധനയ്ക്ക് നിങ്ങൾ ചെല്ലണം. അവിടെ നിന്നും കൂടി അനുമതി കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റ് ലഭ്യമാവുകയുള്ളൂ, പരീക്ഷ എഴുതാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ചുമ്മാ പോയി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് വീണ്ടും പഠിക്കാൻ നടക്കുന്ന കാര്യമല്ല. പഠിത്തം നടക്കും, പക്ഷെ പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ 23-ാം തീയതി തുടങ്ങിയുള്ള ഡേറ്റ് ശ്രദ്ധിക്കണം. അതിൽ നിങ്ങൾ വിദ്യാഭ്യാസ ഓഫീസറിന് മുമ്പിൽ ചെല്ലണം. അതിന് നിങ്ങൾക്ക് അവിടെ ആ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കണം. നിങ്ങൾക്ക് അവിടെ നിന്ന് അനുമതി കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഹാൾ ടിക്കറ്റ് ലഭ്യമാവുകയുള്ളൂ, പിന്നീട് സൈറ്റിൽ അപ്ലോഡ് ആവുകയുള്ളൂ. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പെൻ നമ്പർ അതില്ലാത്തവര് ID നമ്പർ രേഖപ്പെടുത്തുക. ഇനി ഇതിന്റെ ഈ നോട്ടിഫിക്കേഷൻ ഒന്നുകൂടി മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ സൈറ്റ് എടുക്കുക, വീണ്ടും നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്നതോടൊപ്പം തന്നെ
ഇനി സർവീസിലിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് തുടങ്ങി ഇപ്പൊ ഈ 2 മാസം വെക്കേഷൻ എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് അധ്യാപകര് ഒരു കുറച്ച് ദിവസം ഒരു ഏപ്രിൽ ആദ്യ സമയം തുടങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകേണ്ട കാര്യമില്ല, പിന്നെ ഓരോ ഡ്യൂട്ടി മതി അല്ലെ, സ്കൂൾ യൂണിഫോമോ അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറോ അല്ലെങ്കിൽ സ്കൂളിന്റെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മതി. ഇപ്പൊ ക്ലസ്റ്ററുകൾ വരുന്നുണ്ട്, അപ്പൊ പോയാൽ മതി. പക്ഷേ ഇപ്പോ ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഈ മാർച്ചിൽ നടന്ന പരീക്ഷയിൽ 8ാം ക്ലാസ്സിലും ഒക്കെ 9ാം ക്ലാസ്സിലും ഒക്കെ മാർക്ക് കുറഞ്ഞ കുട്ടികൾ, ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ തോൽവി, അതായത് തോറ്റുള്ള ഏറ്റവും അവസാനത്തെ മാർക്ക് കിട്ടുന്ന കുട്ടികളെ വീണ്ടും പഠിപ്പിച്ച് പാസ്സാക്കണം എന്നുള്ള ഒരു ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപകരെല്ലാം തിരക്കിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരിക്കുന്നില്ല, ഇപ്പോഴ് ഈ ഏപ്രിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മെയ്യിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതില് നിങ്ങളുണ്ടെങ്കിൽ, ആര് കേട്ടിട്ടില്ലാത്ത അധ്യാപകരായി നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞ ടെൻഷൻ അടിപ്പിക്കുകയല്ല, ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കുന്നതല്ല. നിങ്ങൾ ഈ സമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഉത്തരവാദിത്വം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ജോലി പോകാതിരിക്കാൻ, നിങ്ങളുടെ ജീവിതം പോകാതിരിക്കാൻ, നിങ്ങളുടെ ഭാവി പോകാതിരിക്കാൻ നിങ്ങൾ ധൈര്യമായിട്ട് പഠിക്കുക. അതിന് ജയലേൺ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എക്സ്പെർട്ട് ആയിട്ടുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ്. കേട്ടറ്റ് 3യുടെയും കേട്ടറ്റ് 1ഉം 2വിന്റെയും എല്ലാ കോഴ്സുകളും നമ്മൾ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നാളെ തുടങ്ങി അഡ്മിഷൻ സബ്മിറ്റ് ചെയ്യുകയാണെന്ന് അറിയാം. അതുകൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക, ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കുക. മെയ് 29-നും 30-നും നടക്കുന്ന എക്സാമിന് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. മാർക്കിന്റെ ശതമാനം കൊണ്ട് ഞാൻ പറയാം. എന്താണ് SC റിസർവേഷൻ, OEC, OBC-കാർക്ക് 150 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ, പരീക്ഷയെന്ന് അറിയാലോ. നെഗറ്റീവ് മാർക്ക് ഇല്ല. ഈ 150 മാർക്കിൽ 82 മാർക്കാണ് റിസർവേഷൻ ഗ്രൂപ്പിന്, SC, ST, OEC, OBC-ക്ക് വേണ്ടത്. 90 മാർക്കാണ് ജനറൽ കാറ്റഗറിക്ക് വേണ്ടത്. അതുപോലെ ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡിന് 50% മാർക്ക് മതി. ഓക്കെ, ഇങ്ങനെയുള്ള രീതിയിൽ 75% മാർക്ക്, 50% മീൻസ് 75 മാർക്ക്. ഇങ്ങനെയുള്ള ഇത്രയും മാർക്കാണ് വേണ്ടത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. റിസർവേഷൻ കാറ്റഗറി SC, ST, OBC, OEC-ക്ക് 82 മാർക്കും, ഭിന്നശേഷി വിഭാഗക്കാർക്ക് 75 മാർക്കും, അതുപോലെ ജനറൽ കാറ്റഗറിക്ക് 90 മാർക്കും. ഒരിക്കലും 150 ക്വസ്റ്റ്യനും എഴുതി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് എഴുതാം. അതിൽ കൃത്യമായ മാർക്കോടൊക്കെ പാസ്സാകാം. പക്ഷേ ഈ ഒരു ടാർഗറ്റ് അല്ല നമ്മുടെ ലക്ഷ്യം. 90 മാർക്ക് കിട്ടണമെങ്കിൽ 120 മാർക്ക് ലക്ഷ്യമാക്കി പഠിക്കുക. 82 മാർക്ക് കിട്ടണമെങ്കിൽ 100-110 മാർക്ക് ലക്ഷ്യമാക്കി പഠിക്കുക. 75 മാർക്ക് കിട്ടണമെങ്കിൽ 90 മാർക്ക് ലക്ഷ്യമാക്കി പഠിക്കുക. ആ ഒരു പഠന രീതിയിലുള്ള തന്ത്രങ്ങളും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ചില മെത്തേഡുകളുമായിട്ട് കേട്ടറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരുക്കാൻ, സർവീസിലിരിക്കുന്ന കേട്ടറ്റ് ഇല്ലാത്ത അധ്യാപകരെ ഒരുക്കാനായിട്ട് ഞങ്ങൾ റെഡിയാണ്. കോൺടാക്ട് നമ്പർ മറക്കരുത്, 9778285055, 9497818708. ഇന്ന് തന്നെ വിളിക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. അധ്യാപകരാണെന്ന് വെച്ച് മടിച്ചിരിക്കേണ്ട, കാരണം നിങ്ങളുടെ ചെറിയ സമയം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് നിങ്ങൾ പ്രകാശപൂർണമായൊരു ഭാവി, കാരണം ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തുലാസിലാണെന്നറിയാം. പക്ഷെ അതിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ജയലേൺ കൂടെ ഉണ്ടാകും. അപ്പോൾ ഇന്ന് തന്നെ വിളിക്കുക, മറന്നു പോകരുത്. നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉറപ്പുവരുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ വിജയത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്താൻ. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.